ഹായ്, ഗുഡ് മോർണിംഗ്. അരുൺ ബാബു മുക്കൂടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഒക്കെ നഷ്ടപ്പെട്ടു പോയതാണ്, സ്റ്റുഡൻസ് എല്ലാം പോയതാണ്. വീണ്ടും റീലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ തിരിച്ചു വരുമോ, ആരെങ്കിലും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ 138ഓളം ഡിവൈസിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വീണ്ടും ആക്റ്റീവ് ആയിരിക്കുന്നു. അതായത് നമുക്ക് വീണ്ടും 138ഓളം സ്റ്റുഡൻസ് ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. പക്ഷെ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടില്ല. രണ്ട് പേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അവർ പേയ്മെന്റ് അടച്ചിട്ടില്ല. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ മലയാളം, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ഇതിന്റെയൊക്കെ മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കറണ്ട് അഫയറുകൾ അതും ഫ്രീ ആയിട്ട് ഇവർക്ക് കിട്ടും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവര് രജിസ്റ്റർ ചെയ്തിട്ട് ആ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സോ നമ്മൾ വീഡിയോ ക്ലാസ്സുകളൊന്നും ആഡ് ചെയ്യാൻ തുടങ്ങിയിരുന്നില്ല. ഇന്നിപ്പോ ഓഗസ്റ്റ് 1 ഇന്ന് നമ്മൾ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതായത് 1857 വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് 10th ലെവലിൽ വരുന്ന ചോദ്യങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിന്റെ വീഡിയോ ക്ലാസ് 3 പാർട്ടായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മോക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് രാവിലെ. അപ്പോൾ അതിനിടയിൽ സമയം കിട്ടിയിട്ടില്ല. മോക്ക് ടെക്സ്റ്റ് ഇന്ന് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലേക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ PDF ആയിട്ടുള്ള ഒരു നോട്ട്, നമ്മൾ എന്ത് വീഡിയോ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള PDF ആയിട്ടുള്ള നോട്ടും നമ്മൾ മൊബൈൽ ആപ്പ് വഴി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് വൈകിട്ട് തന്നെ അതിന്റെ നോട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന്റെ നോട്ടിഫിക്കേഷൻസ് പോയിട്ടുണ്ട്. ഈ 138 പേർക്കും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ആപ്പ് വഴി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ കൊണ്ടെല്ലാം രജിസ്റ്റർ ചെയ്യിപ്പിക്കുക, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ കൺവെർട്ട് ചെയ്ത് നമ്മുടെ പെയ്ഡ് യൂസേഴ്സ് ആക്കി മാറ്റുക. അത് നമ്മൾ കൊടുക്കുന്ന ക്ലാസിന്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകളും എക്സാംസ് ഒക്കെ ഓക്കെയാണ്, അവർക്ക് ഫോളോ ചെയ്യാൻ മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ തന്നെ തിരിച്ചു വരും. ഇപ്പൊ എന്തായാലും രാവിലെ ഒരു ഗുഡ് ന്യൂസ് ആണ്. കുട്ടികളൊക്കെ തിരിച്ചു വന്നു. 138 ഇൻസ്റ്റാളേഷൻസ് കിട്ടി. 2 പേര് രജിസ്റ്റർ ചെയ്തു വീണ്ടും. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ മാർക്കറ്റ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. എനിക്ക് ഓൾറെഡി ഉള്ള കുറെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഒരു 350ഓളം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വന്നപ്പോഴാണ് ഇതെല്ലാം കൂടെ അടിച്ചു പോയത്. തിരിച്ചു വരാമെന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോ ജോലിക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. നിൽക്കാനും വർത്താനം പറയാനൊന്നും സമയമില്ല. ഇപ്പൊ ഇന്ന് ഓഗസ്റ്റ് 1 സംഭവിച്ച കാര്യമാണിത്. നാളെ എന്താണ് സംഭവിക്കാൻ നമുക്കറിയില്ല. നാളെ ചിലപ്പോൾ കീപ്പോട്ട് പോവോ മേലോട്ട് പോവോ എന്നൊന്നും അറിയില്ല. നമുക്ക് അടുത്ത ദിവസത്തെ അപ്ഡേഷനുമായിട്ട് നാളെ കാണാം.